രാമകൃഷ്ണ പരമഹംസത്തിന്റെ ഒരു ഇതുണ്ട്. അദ്ദേഹം ഏതോ നദിക്കരയിൽ ഇരിക്കുമ്പോൾ വായിച്ചില്ല, നദിക്കരയിൽ ഇരിക്കുമ്പോൾ അവിടെ ഗംഗ തീരത്ത് ഇരിക്കുമ്പോൾ ആളുകൾ ഗംഗയിൽ സ്നാനം ചെയ്യാൻ വരും. സ്നാനം ചെയ്ത് ശുദ്ധി വരുത്തിപ്പോയി. അപ്പോ രാമകൃഷ്ണ ഹംസത്തോട് പറഞ്ഞു വന്നപ്പോ അദ്ദേഹത്തെ കണ്ടത്, ഭഗവാന് തൊഴിൽ ഞാനൊന്ന് സ്നാനം ചെയ്യാൻ വന്ന, സ്നാനം ചെയ്തിട്ട് വരാൻ. അപ്പം പരമഹംസം പറഞ്ഞു, നീ മുങ്ങിയാൽ നിന്റെ ഏറ്റുള്ള ആ വേണ്ടായ്മ പിശാചിക്കളെല്ലാം അതാ ആ വൃക്ഷത്തിലേക്ക് ചെക്കറും. നീ വെള്ളത്തിൽ മുങ്ങുക, ഗംഗയിൽ മുങ്ങുക. പക്ഷെ നീ പൊങ്ങിയാൽ വീണ്ടും മഴ വരും. അതൊക്കെ വിട്ടുപോയില്ലേ, അതൊക്കെ തിരിച്ചു എന്നിലൊക്കെ വരും. നീ പൊങ്ങാൻ പാടില്ല. പോയി പിന്നെ ഗംഗയിൽ മുങ്ങിട്ടെന്താ കാര്യം? ആ ശുദ്ധി ചെയ്യല് സ്നാനം എവിടെ നടക്കുന്നു? അപ്പോ രാമകൃഷ്ണ പറഞ്ഞ പോലെ ഇന്ന പോലെ നമ്മൾക്കെല്ലാം ഞാൻ എന്നുള്ള ഭാവമുണ്ട്, അത് പോയി കിട്ടണം. അതാണ് ശുദ്ധീകരണം. അല്ല ഗംഗയിൽ മുങ്ങിയത് കൊണ്ടോ കുടിച്ചത് കൊണ്ടോ വേറെ ചാണം തെളിച്ചത് കൊണ്ടോ ഒന്നും ശുദ്ധിയാവും.